കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡരികിൽ പല കേസുകളിലായി പിടിച്ചിട്ട വാഹനങ്ങൾ കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. ഇവ നിർത്തിയിടാൻ ഡംപിംഗ് യാർഡോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് വെല്ലുവിളിയാകുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് പിടിച്ചിട്ട വലിയ ലോറിയും വളവ് തിരിഞ്ഞെത്തുന്ന റോഡരികിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ ശ്മശാന ഭൂമിയാവുകയാണ് ഇവിടം. അപകടത്തിൽപ്പെട്ടതും മണൽ വാരുന്നതിനിടയിൽ പിടികൂടിയതും മാലിന്യം തള്ളിയതുമായ ലോറികളടക്കം നിരവധി വാഹനങ്ങൾ റോഡരികിൽ കിടക്കുന്നുണ്ട്. വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് പല വാഹനങ്ങളും വെച്ചിരിക്കുന്നത്. കാറ്, ജീപ്പ്, ലോറി, ട്രക്ക്, ഓട്ടോറിക്ഷ എന്നിങ്ങനെ നിരവധി വാഹനങ്ങൾ കാട് മൂടി കിടക്കുന്നതും കാണാം. വലിയൊരു അപകടമാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. റോഡരികിലൂടെ നടന്നു പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് ജനങ്ങൾ പറയുന്നു. റോഡിലെ പഴയങ്ങാടി പാപ്പനശ്ശേരി റോഡില് ഈ കണ്ണപുരം പോലീസിന് മുമ്പിൽ കുറേ വാഹനങ്ങൾ നിർത്തിയതുകൊണ്ട് അപകടത്തിൽപ്പെട്ടതും മണ്ണ് കടത്തിന് ലോറികളായാലും പിന്നെ കണ്ടമാനുള്ളത് കൊണ്ട് വളരെയധികം ജനങ്ങൾക്ക് വിഷമമുണ്ട് യാത്ര ചെയ്യാനും സൈഡ് പാർക്ക് ചെയ്യാനും സൈഡിലേക്ക് വാഹനം പോകാനും. കൂടുതലും ആക്സിഡൻ്റ് ആകുന്ന സ്ഥലങ്ങളാണിത്. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വാഹനങ്ങൾ ഇവിടുന്ന് മാറ്റാനുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. അത് മാറ്റിയാൽ തന്നെ ഇവിടെ റോഡ് സൈഡിലുള്ള വാഹനങ്ങൾ കുറേയൊക്കെ ഒഴിവാകും. അതും പിന്നെ അധികൃതർ ഇടപെട്ടിട്ട് അതിൻ്റെ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. പോലീസ് സ്റ്റേഷനു മുന്നിൽ വളവിൽ തന്നെ മറ്റൊരു വലിയ ലോറിയും പിടിച്ചിട്ടിട്ടുണ്ട്. ഇതും വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാവുകയാണ്. വാഹനങ്ങൾ നിർത്തിയിടാൻ കൃത്യമായ സംവിധാനം ഒരുക്കേണ്ടത് അധികാരികൾ തന്നെയാണ്. പല വാഹനങ്ങളും തുരുമ്പെടുത്ത് നശിക്കുന്നുണ്ട്. ഇവ ലേലം ചെയ്യുകയോ ഡംപിംഗ് യാർഡിനായി സ്ഥലം കണ്ടെത്തി ബാക്കിയുള്ള വാഹനങ്ങൾ അങ്ങോട്ട് മാറ്റുകയോ വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നിരവധി വാഹനാപകടങ്ങൾ നടന്നിട്ടുള്ള പാപ്പിനിശ്ശേരി പിലാത്തറ KSTP റോഡരികിൽ കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുൻപിൽ തന്നെയാണ് അപകടം വിളിച്ചു വരുത്തുന്ന ഈ കാഴ്ചയുള്ളത്. റോഡിന്റെ ഒരു ഭാഗത്ത് 3 ദിവസമായി ഒരു ലോറി പിടിച്ചിട്ടിട്ട് മറുഭാഗത്ത് വർഷങ്ങളോളമായി പല കേസുകളിലായി പിടിച്ചിട്ട വാഹനങ്ങൾ കിടക്കുകയാണ്. ഇത് നിർത്തിയിടാൻ ഒരു ഡംപിംഗ് യാർഡ് വേണമെന്നുള്ള ആവശ്യം ശക്തമാണ്. ഒരു അപകടം വരുന്നതിന് മുൻപേ തന്നെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ക്യാമറാമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.